ഹലോ ഗൈസ്, സ്പിന്നിംഗ് പോയിന്റ് പുതിയൊരു വീഡിയോ നമ്മളിവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അതായത് നമ്മളെ കാത്ത് രണ്ട് മച്ചന്മാരോടെ നിൽക്കണ്ടട്ടാ. കടലിൽ ഒടക്ക് വല വെക്കലാണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇതേ മജീഷ് ബ്രോയാണ് നമ്മളോടൊപ്പം വല വെക്കാനായിട്ട് കൂടെ ഉള്ളത്. ഒപ്പം സുമേഷ് ബ്രോയും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ടൈം വേസ്റ്റ് ആക്കുന്നില്ല, വല വെക്കാനുള്ള പരിപാടി തുടങ്ങുവാട്ടാ. സുമേഷ് ബ്രോ ആണ്ട കേസ് ഇപ്പോൾ വല നീട്ടാനായിട്ട് ഇറങ്ങണം. അപ്പോൾ വലയൊക്കെ മാടി നല്ല സെറ്റായിട്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ. വലയുടെ അറ്റത്തൊരു കല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് കേസ്. അതാണ് നമ്മൾ മാക്സിമം ലോങ്ങിക്കൊണ്ട് ഇടുന്നത് കേട്ടോ. അവിടെ നിന്നാണ്ട പാത്രത്തിലുള്ള വല നമ്മൾ പതിയെ റിലീസ് ചെയ്ത് തിരിച്ചു പോകുന്നത്. ഇതിപ്പോൾ കുറേ അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, കടൽ നല്ലപോലെ ഉൾവലിഞ്ഞ് നിൽക്കുക കേട്ടോ. ഇഷ്ടംപോലെ നമ്മൾ പരമാവധി അങ്ങോട്ട് ഇറങ്ങി ചെന്നാൽ മാത്രമേ വല ഇടാനുള്ള ഒരു സ്പേസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ വല മണ്ണിൻ്റെ മുകളിൽ തന്നെ കിടക്കൂട്ടോ. ഇപ്പോൾ 1-2 ദിവസമായിട്ട് ഇപ്പോൾ കടലിങ്ങനെ നല്ലപോലെ ഇറങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റൂല കേട്ടോ, നല്ല കടലായിരിക്കുള്ളൂ. ഇതേ നമ്മുടെ സുമേഷ് ബ്രോ മാക്സിമം ലോങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. വല റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലയില്ലാത്ത ഏരിയ കേട്ടോ. അപ്പോൾ നമ്മുടെ വല നീട്ടൽ കഴിഞ്ഞിട്ട് ഇനി വെയിറ്റിംഗ് ടൈമാണ്ട. കുറച്ച് നേരം വല അങ്ങോട്ട് കട്ടക്കട്ടെ, അന്നേരം എന്തെങ്കിലും ഒന്ന് കയറുള്ളൂ. ഏകദേശം നമ്മൾ 1 മണിക്കൂറോളം വല ഇട്ട് വെച്ചിട്ട് അപ്പം ഇനി നമ്മൾ വല എടുക്കുക കേട്ടോ. ഈ പ്രാവശ്യം മജീഷേട്ടനും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. കണ്ട വല മാടി ആ പാത്രത്തിലോട്ട് തന്നെ ആക്കുക കേട്ടോ. നമ്മുടെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇത്ര പെട്ടെന്ന് ഈ വല എടുക്കുന്നത്. ചിലരൊക്കെ രാവിലെ വല ഇട്ട് കഴിഞ്ഞാൽ വൈകിട്ടേ എടുക്കൂട്ടാ, ചിലപ്പോൾ പിറ്റേ ദിവസവും. കൂടുതൽ ടൈം വല കിടന്നു കഴിഞ്ഞാൽ കാര്യമായിട്ട് മീൻ വന്ന് കയറുള്ളൂ വലയിൽ. പിന്നെ നൈറ്റൊക്കെ വല ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും വന്ന് എടുക്കുമെന്നില്ല കേട്ടോ. വലപ്പണിക്ക് പോകണവർ എന്തായാലും വന്ന് എടുക്കൂട്ടാ, അതൊരു വിശ്വാസമാണ്. അപ്പം നമ്മുടെ വലതെ മൊത്തം മാടി കൊട്ടയിലാക്കിയിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എന്തുട്ടാണ് കിട്ടിയേക്കണേന്ന് നോക്കാട്ടാ. കൂരിക്കുട്ടന്മാരെന്തായാലും ഉണ്ടാവട്ടാ. പിന്നെ വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കണാരെ നമ്മുടെ മണ്ണിൽ പതിഞ്ഞ ഗിറ്റാർ ഫിഷ് മാന്തൽ എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോക്കാം നമുക്ക് എന്താണ് വലയിൽ ഒന്ന് കയറിയിരിക്കണേ കേട്ടാ. അതെ, മാന്തൽ കയറിയാണ് ടൈസ്. 2 മാന്തൽ എടുക്കണം കേട്ടോ. ഈ വല ഒന്ന് നിവർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് ടൈസ് നമ്മുടെ വലയുടെ എൻഡി. അവിടെയാണ് നമ്മൾ കല്ല് കെട്ടിയിടണം. നമ്മുടെ കൂരിക്കുട്ടന്മാരുണ്ട് കേട്ടോ. 2 കൂരി ഒന്ന് കുടുങ്ങിയിട്ടുണ്ട് വലയുടെ എൻഡിൽ തന്നെ. അത്യാവശ്യം വലിപ്പമുള്ള കൂരിയാണ് കേട്ടോ. നമുക്ക് കിട്ടിയേക്കണം മാന്തൽ നല്ല സൈസ് ഉണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കണ ഇഷ്ടം പോലെ മാന്തൽ വന്ന് കയറണം കേട്ടോ. ഇവന്മാരെ പിടിക്കാനായിട്ട് നമ്മുടെ തെരണ്ടി തീരത്തോട്ട് വന്ന ടൈമാണ് ടേസ്. നമ്മൾ ചൂണ്ടിട്ട് നോക്കിയായിരുന്നു, പക്ഷെ നമ്മുടെ ചൂണ്ടലൊന്നും അടിച്ചില്ല. മാന്തൽ ഇഷ്ടം പോലെ വന്ന് കയറിയറട്ടാ വലയിൽ. വീശിക്കാർക്കും കിട്ടേണ്ട ഇഷ്ടം പോലെ മാന്തൽ. തട്ടുമേ നിറച്ച് മാന്തലിനായിട്ട് വെക്കാൻ ഇട്ടേക്കണം. നമുക്ക് കിട്ടിയേക്കണ മാന്തലിനെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രത്തിലിട്ട് വെക്കേണ്ടേ. കൂരി മാന്തൽ മാത്രം വലയിലൊന്ന് കയറിയണത്. ഇത് നമുക്കൊരു കുഞ്ഞൻ വെട്ടനെ കിട്ടിയ ടേസ്. പുള്ളിക്കാരൻ്റെ വലയിൽ പിണഞ്ഞെടുക്കാണ്. ഇത് നമ്മുടെ മാന്തലിനെ കൂട്ടാൻ മണ്ണിൽ പതിഞ്ഞെടുക്കണ മീനാണ്ടാ. പുള്ളിക്കാരൻ നല്ലപോലെ വന്ന് കുടുങ്ങിയറട്ട വലയിൽ. മൊത്തം പിണച്ചിലാണ്. ഇവനെ നമ്മൾ എടുക്കൂൾ ടേസ്, നമ്മൾ കളയാണ്. ഇത് നല്ല സൈസുള്ളൊരു മാന്തലിനെ കിട്ടിയ ടേസ്. ഈ ടൈപ്പിലൊരു 5-8 എണ്ണത്തിനെ നമുക്ക് ഇപ്പം തന്നെ കിട്ടിയാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കിട്ടിയേക്കണ കൂരിനെയാണ് ടേസ്. കൂരി ചെറിയ ടൈപ്പല്ല കേട്ടോ, എല്ലാം കിട്ടിയേക്കണ നല്ല വലിയ ടൈപ്പ് കൂരിനെ തന്നെയാണ്. ഇവന്മാരെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു പാത്രത്തിലിട്ട് വെക്കേണ്ട. ഇതാണ്ട് നമ്മൾ മാന്തലിട്ട് വെച്ചേക്കണ വെക്കറ്റി. നമുക്ക് ചെറിയ ടൈപ്പുള്ള മാന്തലിനെ കിട്ടിയാറുണ്ട് ടൈസ്. ചെറുതെന്തായാലും ഒരു 3-4 എണ്ണത്തിനെ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വലിയ ടൈപ്പുള്ള മാന്തലാണ്ടാ. കൊടുക്കാൻ നേരത്ത് നമ്മുടെ കൂരിക്ക് വലിയ റേറ്റ് ഒന്നും കിട്ടൂല ടേസ്. കിട്ടണമെങ്കിൽ നമ്മുടെ മാന്തലിൻ്റെ റേറ്റ് എന്തെങ്കിലും കിട്ടും. അപ്പോൾ നമ്മുടെ ചെറിയ വീഡിയോ ഇവിടെ പതിയെ വൈൻഡ് അപ്പ് ചെയ്യുവാണ് ടേസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടാ. കമൻറ്റ് ഇടാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള കിടിലും കാഴ്ചകളോടെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.